ബ്ലോക്കിൽ ആ യാത്രയ്ക്ക് ഒരു ബ്ലോക്ക് വന്നു. ആ ബ്ലോക്ക് വന്നത് സ്തോത്രം ഒരു രക്തസ്രാവക്കാരി സ്ത്രീ വന്നതാ പ്രശ്നമായത്. പ്ലീസ് ഗോഡ്. പിന്നെയും പോകാൻ താമസിച്ചു. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്ത്രീ വന്നു, തൊട്ടു, യേശുവിൽ നിന്ന് ശക്തി പുറപ്പെട്ടു, അവൾ സൗഖ്യം പ്രാപിച്ചു. അപ്പോൾ അവൾ മറിഞ്ഞിരുന്നെങ്കിലും എന്നെ തൊട്ടത് ആരാണെന്നുള്ളത് യേശു ചോദിച്ചപ്പോൾ ആരും, ശിഷ്യന്മാരെല്ലാം പറഞ്ഞു ഞങ്ങളെല്ലാം തൊട്ട കൂട്ടത്തിലുള്ളത്, പിന്നെ ആരാന്ന് ഈ പറയണേ? അപ്പോൾ പറഞ്ഞു അങ്ങനെയല്ല സ്തോത്രം, ഒരു വിശ്വാസത്തിൻ്റെ തൊടൽ എന്നെ തൊട്ടു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പോൾ അതൊരു വ്യത്യസ്ത തൊടലാണ്, സാധാരണ തൊടുന്ന പോലെയല്ല, വിശ്വാസത്തിൻ്റെ തൊടൽ. കാരണം വിശ്വാസത്തോടെ തൊട്ടാൽ യേശുവിൽ നിന്ന് ശക്തി പുറപ്പെടും. ഹല്ലേലൂയ, പുറപ്പെട്ടിരിക്കും. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിച്ചാൽ ആരറിഞ്ഞിരിക്കും? യേശു അറിഞ്ഞിരിക്കും. ഹല്ലേലൂയ. വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന അത് അധീനക്കാരനെ സൗഖ്യമാക്കുമെന്ന്. സ്തോത്രം, ആമേൻ, സ്തോത്രം. അപ്പോ പറഞ്ഞു അല്ല, എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടു, ആരോ എന്നെ തൊട്ടിട്ടുണ്ട്. സ്തോത്രം. ഉടനെ ഈ സ്ത്രീക്ക് മറഞ്ഞിരിക്കാൻ പറ്റിയില്ല. അവൾ മുന്നോട്ട് വന്ന് അവൻ്റെ കാൽക്കൽ വീണിട്ട് ഒരു ടെസ്റ്റ് മണി അങ്ങ് പറഞ്ഞു. അവളുടെ ടെസ്റ്റ് മണി മുഴുവൻ വസ്തുതയൊക്കെയും അറിയിച്ചു എന്നാണ്. സ്തോത്രം. വസ്തുതയൊക്കെയും അവനോട് പറഞ്ഞു എന്ന്. അപ്പോൾ നമുക്കറിയാമല്ലോ, നമ്മളൊക്കെ ഒരു സാക്ഷ്യം പറയാൻ സമയം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വെറും 15 മിനിറ്റ് മിനിമം എടുക്കും. സ്തോത്രം. ഹലോ, 3 മിനിറ്റിൻ്റെ സാക്ഷ്യം നമ്മൾ 15 മിനിറ്റ് കൊണ്ടേ പറയത്തുള്ളൂ. സ്തോത്രം. പറഞ്ഞത് തന്നെ പിന്നെ ആവർത്തിച്ചു പറയും. സ്തോത്രം. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയെന്നും ബസ്സിൽ കയറിയെന്നും ബസ്സിൽ നിന്ന് ഇറങ്ങിയെന്നും. സ്തോത്രം. ബസ്സിൽ എല്ലാ സീറ്റും കാലി അല്ലായിരുന്നു. ഇതൊക്കെ നമുക്ക് അറിഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? സ്തോത്രം. അപ്പൊ ഇങ്ങനെ വേണ്ടാത്തതും എല്ലാം പറഞ്ഞ് ശരിക്കും കാച്ചിക്കുറുക്കി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ 3 മിനിറ്റിനുള്ളതേ ഉള്ളൂ. പക്ഷെ നമ്മളത് 15 മിനിറ്റിലേക്ക് വലിച്ചു നീട്ടും. സ്തോത്രം. പിന്നെ നമ്മളിവിടെ സാക്ഷ്യം പറയാൻ സമയം കൊടുക്കുന്നില്ല, എഴുതി തരുന്നതുകൊണ്ട് നമുക്ക് ഒറ്റ പേജിൽ തന്നെ കാര്യം നിൽക്കും. എത്ര മനോഹരമായിട്ട് എഴുതി തരുന്നതെന്നറിയോ? സ്തോത്രം. ഇന്ന രോഗമായിരുന്നു. സ്തോത്രം. ഒരു സൗഖ്യവും കിട്ടിയില്ല, പക്ഷെ സഭ പ്രാർത്ഥിച്ചു, സൗഖ്യമായി. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോ ഇവിടെ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും സ്തോത്രം, യേശു എല്ലാവരും കേൾക്കെ, സ്തോത്രം, ശിഷ്യന്മാർ കേൾക്കെ, ഈ പള്ളിപ്രമാണി കേൾക്കെ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് അങ്ങ് നടത്തി. എന്താണെന്നറിയോ? മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിന്റെ വിശ്വാസം നിന്നെ സൗഖ്യമാക്കി. യേശു അതാ പറഞ്ഞു. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. പള്ളി പ്രമാണിക്ക് അത് ശരിക്കു കൊണ്ടു. കാരണം ഞാൻ എത്ര വർഷമായി പള്ളിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു. ഇന്നുവരെ എനിക്ക് വിശ്വാസം എന്ന് പറയണത് അറിയത്തില്ലായിരുന്നു. വിശ്വാസത്തിലൂടെ സൗഖ്യമാകുന്ന രക്ഷ പ്രാപിക്കുന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. പക്ഷേ ഇന്ന് വന്നു കയറിയ ഒരുത്തി അവളുടെ വിശ്വാസം കൊണ്ട് 12 വർഷം പഴക്കമുള്ള, ഡോക്ടർമാർ കൈവിട്ട, ഇനി മരണം മാത്രം മുന്നിലുള്ള ഒരവസ്ഥയിൽ നിന്ന് പൂർണ്ണ സൗഖ്യം പ്രാപിക്കത്തക്കവണ്ണം ഇന്ന് വന്നവൾക്ക് ഇടയാക്കി തീർത്തത് ഒന്നുമല്ല, അവളുടെ പാരമ്പര്യമല്ല, അവളുടെ സ്വതന്ത്രം എക്സ്പീരിയൻസ് അല്ല, പിന്നെയോ അന്ന് അവളിൽ ഉണ്ടായിരുന്ന വിശ്വാസമാണ്.